കൊല്ലത്ത് നിന്ന് വരുന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. അശ്ലീല ദൃശ്യങ്ങൾ ഭർത്താവ് വെബ്സൈറ്റുകൾക്ക് വിറ്റുന്ന പരാതിയുമായാണ് ഒരു യുവതി രംഗത്ത് വരുന്നത്. കൊല്ലം സ്വദേശിനിയാണ് പരാതിക്കാരി. വിദേശത്ത് ഒരുമിച്ച് താമസിക്കവേ ഭർത്താവ് പകർത്തിയ ദൃശ്യങ്ങൾ നാട്ടിലെത്തിയ ശേഷമാണ് വിറ്റതെന്നാണ് പരാതി. ഇത് പിന്നീട് പോൺ സൈറ്റുകൾക്ക് വിൽപ്പന നടത്തി. നാട്ടിലെത്തിയ ശേഷം ഭർത്താവിനെ കൗൺസിലിങ്ങിന് വിധേയനാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭർത്താവിൻ്റെ ക്രൂരമായ മർദ്ദനം ഈ യുവതിക്ക് ഏറ്റു. അങ്ങനെ അവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പരാതി പോലീസിന് കിട്ടിയപ്പോൾ പോലീസ് ഈ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എസ് വിനീഷുണ്ട്. വിനീഷ്, ഞെട്ടിക്കുന്ന കാര്യമാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ ലഭിച്ച പരാതി എന്താണ്? പരാതിയിൽ എങ്ങനെ അന്വേഷണം നടക്കുന്നു? സൂചിപ്പിച്ചതുപോലെ തന്നെ അതിക്രൂരമായിട്ടുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഈ യുവതി പോലീസിന് നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. വീട്ടമ്മ സ്വന്തം ഭർത്താവിനെതിരെയാണ് ഇത്തരത്തിലുള്ളൊരു പരാതിപ്പെട്ടിരിക്കുന്നത്. ഇത് സംഭവം നടക്കുന്നത് വിദേശത്താണ്. കഴിഞ്ഞ നാളുകളിൽ വിദേശത്ത് നടന്ന ഒരു സംഭവമാണ്. ഇവരുടെ കിടപ്പറ ദൃശ്യങ്ങൾ ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും അത് ഈ പോൺ സൈറ്റുകൾക്ക് വിറ്റു എന്നതാണ് ഈ യുവതിയുടെ പരാതി. ഇവരുടെ സുഹൃത്തുക്കൾ മുഖേനയാണ് ഈ സംഭവം ഇവർ അറിയുന്നത്. ഇവർ വിളിച്ചു പറയുമ്പോഴാണ് തൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ പോൺ സൈറ്റുകളിൽ വ്യാപിക്കുന്നുണ്ട് എന്നറിയുന്നത്. അങ്ങനെയാണ് ഈ ഭർത്താവുമൊത്ത് ഇവർ നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തിയ ഉടനെ ഭർത്താവിനെ കൗൺസിലിങ്ങിന് വിധേയനാക്കുന്നു. അങ്ങനെ 2-3 തവണ ആ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിനായി കൊണ്ടുപോകാനായി നിർബന്ധിച്ചപ്പോൾ ഇയാൾ പ്രകോപിതനാവുകയും ഇവരെ അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിൽ ഇവർക്ക് വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ്. തുടർന്നാണ് ഇവർ ഇത് പരാതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഇവർക്കൊരു 4 വയസ്സുള്ള ഒരു കുട്ടി കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് പോലും ഇയാൾ അശ്ലീല ചേഷ്ടകൾ കാണിച്ചതായിട്ടാണ് ഈ പരാതിയിൽ പറയുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് സുഹൃത്ത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ യുവതിയുടെ തീരുമാനം. ഈ സംഭവം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഇവരുടെ ഭർത്താവ് ഒളിവിൽ പോയിരിക്കുകയാണ്. ഭർത്താവിനായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. യുവതിയുടെ ഈ പരാതികൾ എത്രത്തോളം കഴമ്പുള്ളതാണ് എന്നുകൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ, അതായത് ഈ ഫോൺ സൈറ്റിൽ ഇട്ടതായി പറയപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ, സ്ക്രീൻഷോട്ടുകളെല്ലാം തന്നെ യുവതി പോലീസിൽ ഹാജരാക്കിയെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയം കാണുന്നതും കേസെടുത്തതായിട്ട് നമുക്കിപ്പോൾ വിവരം ലഭ്യമാകുന്നില്ല. പോലീസ് പ്രാഥമികമായിട്ട് ഇതിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ് ഈ കുട്ടിയുടേതടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ നിലവിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. എന്തായാലും പോലീസ് ഗൗരവത്തോടെ തന്നെ ഈ വിഷയം കാണുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് മറ്റേതെങ്കിലും സൈറ്റുകൾക്കായിട്ട് ഇവർ വിൽപ്പന നടത്തിയതാണോ, ഈ ഭർത്താവ് വിൽപ്പന നടത്തിയിട്ടുണ്ടാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിനോടൊപ്പം ഇതിനോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും റാക്കറ്റുകൾക്ക് ബന്ധമുണ്ടോ എന്നടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തന്നെയല്ല, ഇതിന്റെ വേറൊരു സ്വഭാവം കൂടിയുണ്ട്. ഇത് വിദേശത്ത് നടന്നൊരു സംഭവമാണ്. അപ്പോൾ കേരള പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ചില പരിമിതികൾ തന്നെയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് വളരെ ഗൗരവത്തോടെ ഈ വിഷയം കാണുന്നു. പ്രാഥമികമായിട്ട് ഇതിന്റെ അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. വിനീഷ്, ഒരുപക്ഷെ ആ യുവതിയുടെ അവസ്ഥ ആലോചിക്കുക. അതായത് ഗതി കെട്ടപ്പോഴാണ് പരാതി പറയേണ്ടി വരുന്നത്. ഭർത്താവിൻ്റെ ഒരു മനോവൈകല്യം എന്ന രീതിയിലാണ് ആദ്യം ചികിത്സയും കാര്യങ്ങളും നടക്കുന്നത്. മറ്റൊരു സാധ്യത ഒരു വഴിക്കുണ്ട്. അതാണ് വിനീഷ് സൂചിപ്പിച്ചത്. ഏതെങ്കിലും റാക്കറ്റോ അല്ലെങ്കിൽ അത്തരം ബോധപൂർവമായ താല്പര്യത്തിലാണോ, അതല്ല എന്തെങ്കിലും മനോവൈകല്യമാണോ, ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. എന്തായാലും സഹി കെട്ടപ്പോൾ പോലീസിൽ പരാതി നൽകേണ്ടി വരുന്നു ആ യുവതി എന്നൊരു സാഹചര്യം കൂടി ഇല്ലേ ഇപ്പോൾ ഇക്കാര്യത്തിൽ? തീർച്ചയായും സജിത്ത്, അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഏതൊരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല ഈ ഒരു കാര്യം. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇവർ കുടുംബത്തോടെ നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലെത്തി ഇയാളെ നല്ലൊരു ജീവിതത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഈ യുവതി വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയെന്നാണ് പറയുന്നത്. അതിന്റെ തെളിവ് തന്നെയാണ് കൗൺസിലിങ്ങിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ എന്നിട്ടും രക്ഷയില്ലാത്ത രീതിയിൽ ഇവരെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം വരെ നടത്തിയെന്നാണ് അറിയുന്നത്. ഇവരുടെ പരാതിയിൽ അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നതും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള കേസ് തന്നെ ചാർജ് ചെയ്ത് ഇയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ യുവതിയും പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ ഭർത്താവിനായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇയാളിപ്പോൾ നിലവിൽ ഒളിവിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ഒരു കുടുംബജീവിതം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കേണ്ടാത്ത ഒരു സംഭവമാണ്. കാരണം അവരുടെ കിടപ്പറ ദൃശ്യങ്ങൾ പകർത്തുന്നു. തന്നെയല്ല, നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്തകൾ തന്നെ കമന്റുകൾ
വരുന്നുണ്ട്. എന്തുകൊണ്ട് ഈ യുവതി അതിന് കൂട്ടുനിന്നു, അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തമായി കാണുന്നതിന് വേണ്ടിയാണെന്നാണ് ഈ യുവതിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് ഇവരുടെ പരാതിയിൽ തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനതിന് ഇവർ മുതിർന്നു എന്നുള്ളത് തന്നെ പൊതുജനങ്ങളിൽ നിന്നും ചില കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇത് എന്തായാലും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇവരുടെ പരാതിയെ തുടർന്നുള്ള ഇനിയിപ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ റിക്കവർ ചെയ്ത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കേണ്ടതായിട്ടുമുണ്ട്. എന്തായാലും ഈ സൈറ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, റാക്കറ്റുകളുണ്ടോ, ഈ ദൃശ്യങ്ങൾ വിറ്റ് ഇയാൾ പണം കൈക്കലാക്കിയിട്ടുണ്ടോ എന്നതടക്കമാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഈ 4 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ചും ഇയാൾ ഇത്തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് കേരള പോലീസ് അന്വേഷിക്കും എന്നറിയുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ട്. വളരെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് ഈ വിഷയം ഏറ്റെടുക്കുന്നത്. യെസ്, വിനീഷ് സൂചിപ്പിച്ചതാണ് സാഹചര്യം. വലിയ ഗതികെട്ടപ്പോഴാണ് പരാതിപ്പെടേണ്ട സാഹചര്യം ആ യുവതിക്കുണ്ടാവുന്നത് എന്നതാണ് അവസ്ഥ. ഒടുവിൽ ഭർത്താവിൽ നിന്നുകൂടി മർദ്ദനമേൽക്കേണ്ടി വന്നു. അതിനൊടുവിലാണിപ്പോൾ ഇങ്ങനെയൊരു നീക്കങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യം അന്വേഷിക്കുകയാണ്. കൃത്യമായ കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.